ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പൊടി ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു പാലക്കാടൻ രീതിയിലുള്ള പൊടിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം, ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരി എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. ആ അരിയുടെ പകുതി ഉഴുന്നെടുത്തിട്ടുണ്ട്, ഉഴുന്നിൻ്റെ പകുതി കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി എള്ള് എടുത്തിട്ടുണ്ട്. അപ്പം എള്ളിൻ്റെ പകുതി കുരുമുളക് എടുത്തിട്ടുണ്ട്, കുരുമുളകിൻ്റെ പകുതി ഉപ്പ് എടുത്തിട്ടുണ്ട്, ഉപ്പിൻ്റെ പകുതി കായം എടുത്തിട്ടുണ്ട്, പിന്നെ 2 വറ്റൽമുളകും. അങ്ങനത്തെ ഒരു അളവിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഉഴുന്നിൻ്റെ അരിയുടെയും അളവുകളിൽ വ്യത്യാസം വരുത്താം. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഏതിനാണോ കുറച്ചുകൂടെ മുന്നിൽ നിൽക്കേണ്ടത് അത് നമ്മൾക്ക് കൂടുതൽ എടുക്കാം. ഇപ്പം ഞാനിവിടെ അരിപ്പൊടി കൊണ്ടാണ്, അരിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. കാരണം ആ അരിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റായിട്ട് ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇഷ്ടം. പാലക്കാടിലും പ്രത്യേകിച്ച് അങ്ങനെയാണ് ചെയ്യാറുള്ളത്, വീട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് ഓരോന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അരി വറുക്കുമ്പം അരി ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞിട്ട് വരണം, ആ ഒരു രീതിയിൽ വേണം വറുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മട്ടേരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, വേറെ ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഉഴുന്നും പിന്നെ നന്നായിട്ട് ചുവന്ന് വരുന്ന പോലെ തന്നെ വറുത്തെടുക്കണം. ഇത് പൊരികടല ഒരു ഇച്ചിരി നേരം ഒരു 30 സെക്കൻഡൊക്കെ ചൂടാക്കിയാൽ മതി. പിന്നെ എള്ള് വറുക്കുമ്പോൾ അതിൻ്റെ ആ എള്ളൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സൗണ്ട് വരില്ലേ, അതുവരെയാണ് വറുക്കേണ്ടത്. പിന്നെ ഉപ്പും വറ്റൽമുളകും കുരുമുളകും കൂടെ ഇട്ടിട്ടൊന്ന് ഒരു 30 സെക്കൻഡ് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം തണുത്തതിന് ശേഷം ഇനി നന്നായിട്ട് അരച്ചെടുക്കുക ചെയ്യേണ്ടത്. ആദ്യം ഒന്ന് പകുതി അരച്ചതിന് ശേഷം നമ്മൾക്ക് കായപ്പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഒരുപാട് ഫൈൻ പൗഡറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഒരിത്തിരി തരിതരിയായിട്ടുള്ളതാണ് ഇഡ്ഡലി പൊടിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ റെസിപ്പി എന്ന് പറയുന്നത്. നമ്മൾക്ക് നല്ല ചൂടുള്ള ഇഡ്ഡലിയുടെ കൂടെ പൊടിയൊക്കെ ഇട്ടിട്ട് അതിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് കൂടെ ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.